നമ്മളെല്ലാവരും ജീവിത ഭാരത്താൽ തളരുന്നവരാണ്. പലരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മുഖത്തൊരു പ്രസന്നതയുമില്ല, എപ്പോഴും മ്ലാനമായ മുഖം. കാരണം അവരെ അലട്ടുന്നത്, അവർ ചുവന്നു നടക്കുന്നത് ജീവിതഭാരമാണ്. ഈ ജീവിതഭാരം ഇറക്കി വെക്കേണ്ട ആവശ്യകതയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാവട്ടെ ഇന്ന്. 2 സന്യാസിമാർ തീർത്ഥാടനത്തിനിറങ്ങി. ഇപ്പോഴൊന്നുമല്ല, പണ്ട് കാലത്താണ്. നടന്നാണ് തീർത്ഥാടനം നടത്തുന്നത്. അങ്ങനെ അവര് ദിവസങ്ങളോളമായ അവരുടെ യാത്ര. അങ്ങനെ അവർക്കൊരു നദി കടന്നു വേണം പോകാൻ. നദിക്കര എത്തുമ്പോൾ കാണാം, നദിക്കല്പം കുത്തൊഴുക്കുണ്ട്. അപ്പൊ അവിടെ ഒരു യുവതി നിൽക്കുന്നു. ആ യുവതി ചോദിച്ചു, അക്കരെ എന്നെ ഒന്ന് കടത്താമോ? അപ്പോ ചെറുപ്പക്കാരനായ സന്യാസി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സന്യാസിമാർക്ക് സ്ത്രീകളെ സ്പർശിക്കാൻ അനുവാദമില്ല. അതും പറഞ്ഞ് ചെറുപ്പക്കാരനായ സന്യാസി പുഴയെ കടന്നു പോയി. പക്ഷേ ആ പ്രായമായ സന്യാസി ആ യുവതിയെ തന്റെ ചുമലിലിരുത്തി പുഴയ്ക്ക് അക്കരെ കടത്തി. സ്ത്രീയുടെ വഴിക്കും പോയി. സന്യാസിമാർ അവരുടെ യാത്രയും തുടർന്നു. പക്ഷെ ചെറുപ്പക്കാരനായ സന്യാസിയുടെ മുഖം മ്ലാനമായിരുന്നു. ആശ്രമത്തിന്റെ നിയമം തെറ്റിച്ച് തന്റെ ഗുരുവായ ഈ സന്യാസി എന്തിനാണ് ആ സ്ത്രീയെ ചുമലിലെടുത്ത് അക്കരെ കടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും ചെറുപ്പക്കാരന് മനസ്സിലായില്ല. അന്തിയായപ്പോൾ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ സന്യാസി, ഈ വൃദ്ധനായ സന്യാസിയോട് ചോദിച്ചു, സ്ത്രീകളെ തൊടാൻ പാടില്ലെന്നല്ലേ നമ്മുടെ ആശ്രമത്തിന്റെ നിയമം? പിന്നെ എന്തിനാണ് അങ്ങ് ആ സ്ത്രീയെ ചുമലിലേറ്റി ആ പുഴ കടത്തിയത്? ആ പ്രായമായ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ ആ സ്ത്രീയെ ആ പുഴക്കര തന്നെ എന്റെ ചുമലിൽ നിന്ന് ഇറക്കി വിട്ടു. നീ ഇപ്പോഴും അവളെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണോ? പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനാജനകമായ, ക്ഷമിക്കാൻ പറ്റാത്ത, അസഹിഷ്ണുതയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നമ്മളത് ചുമന്നുകൊണ്ട് നടക്കുകയാണോ? നമ്മുടെ വർത്തമാനകാലത്തെ മലീമസമാക്കുന്ന, വർത്തമാനകാലത്തെ വേദനാജനകമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പഴയ ചിന്തകളുണ്ടെങ്കിൽ ആ ചിന്തയെ നാം അവിടെ തന്നെ ഇറക്കിവിട്ട് സ്വസ്ഥമായ, ശാന്തമായ മനസ്സോടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ മാത്രമേ ഈ വർത്തമാനകാലത്തിന്റെ സർവ സൗന്ദര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം സുന്ദരവും മനോഹരവുമാക്കുവാൻ കഴിയും.